ഇന്ന് എൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. അത് രാവിലെ തന്നെ എണീച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ ആകാശമൊക്കെ മഴക്കാറ് കൊണ്ട് മൂടി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പ്രതീക്ഷിക്കാം. ഇന്ന് സാധാരണത്തെ പോലെ തന്നെ ജോലിയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ചു മുറ്റം അടിക്കാനായിട്ട് പോവാണ്. 2-3 ദിവസമായി മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ട്, കാരണം മഴ കാരണം മുറ്റം അടിക്കാനൊന്നും സമയം കിട്ടാറില്ലായിരുന്നു. അടുക്കളയിൽ കയറിയതിന് ശേഷം പിന്നെ രാവിലത്തെ കറികളും അതുപോലെ തന്നെ ചായയ്ക്ക് ആവശ്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ കുറച്ച് കോക്കായ ഇരിക്കുന്നുണ്ടായിരുന്നു. കോക്കായ മെഴുക്ക് പരട്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കോക്കായ ഇതേപോലെ 4 അരിഞ്ഞിട്ടാണ് ഞാൻ മെഴുക്ക് പരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വാട്ടിയെടുക്കാനായിട്ട് പറ്റും, കാരണമൊക്കെ കുറച്ച് നുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷമുള്ള ദിവസത്തിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ മുളക് പൊടി കരിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഗോവക്കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗോവക്കായ വാട്ടിയെടുക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാറില്ല. ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചാണ് കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയുടെ മാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് ഇതാ അങ്ങനെ നമ്മൾ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ദോശയുടെ കൂടെ നമ്മൾ ചട്നിയാണ് കഴിക്കുന്നത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ചെറിയൊരു മടി പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പാർ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ചട്നി മാത്രം ആക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ ആ ദോശയുടെ ഒരു പുറമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ആ കളറൊക്കെ മാറിയതിന് ശേഷം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ നെയ്യും കാര്യങ്ങളൊക്കെ ഒഴിക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ഒന്നും ഒഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ നാളികേര ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള എൻ്റെ ലഞ്ചും കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തകൃതിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓഫീസിൽ കറക്റ്റ് 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് കൃത്യസമയത്തിന് ഓഫീസിൽ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. സാധാരണ യൂണിഫോമാണ് ഇടാറുള്ളത്, ഇന്നൊരു കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മുഖത്ത് ആദ്യം സൺസ്ക്രീമും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, പൊട്ടൊക്കെ വെച്ചു, കമ്മലിട്ടു. അപ്പോൾ ഒന്ന് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു ജിമുക്കയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടു നേരെ നമ്മൾ ഓഫീസിലേക്ക് പോവാണ്. 8:45 ഓഫീസിൽ എത്തേണ്ട സമയം എന്ന് പറയുന്നത്. ഞാൻ ജോലി ചെയ്യുന്നത് ഹോണ്ടയുടെ ഒരു 2 വീലറിൻ്റെ ഷോറൂമിലാണ്. ഇവിടെ സെയിൽസും സർവീസും അതുപോലെ തന്നെ വണ്ടികളുടെ ആക്സിഡൻറ്റ് സർവീസൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നതുള്ളത്. അപ്പോൾ ഞാൻ സ്പെയർ പാർട്സ് സെക്ഷനിലാണ് ജോലി നോക്കുന്നത്. ഇവിടെ സർവീസും ഉണ്ട്, സെയിൽസും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ സ്പെയർ പാർട്സ് സെയിലും ഉണ്ട്. അപ്പോൾ സ്പെയർ പാർട്സിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കാലത്ത് തന്നെ വന്നിട്ട് സ്പെയർ പാർട്സിൻ്റെ ആ റൂമൊക്കെ തുറന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിസ്റ്റം ക്ലീനിങ്ങും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി റുട്ടീനായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് അവസാനിപ്പിച്ചു. അതിനുശേഷം കാലത്തൊരു 10:15 ആകുമ്പോഴേക്കും ചായ കൊണ്ടുവരും. അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും ചായയും കൂടി കഴിക്കും. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാറുള്ളത്. ലഞ്ചിൻ്റെ സമയം എന്ന് പറയുന്നത് 12:30 കേട്ടോ. ഞങ്ങൾ ലേഡീസ് സ്റ്റാഫുകളെല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഷീജേച്ചി നല്ല മാങ്ങയിട്ടുള്ള ചെമ്മീൻ കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പലതരം കറികളുണ്ടാവും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പോൾ ഇന്ന് വളരെ കുറച്ച് കറികളൊക്കെ ഉണ്ടാവുള്ളൂ. സാധാരണ ഞാൻ 2 തരം കറികളൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ എല്ലാവരും ഓരോ 1-2 തരം കറികൾ കൊണ്ടുപോകാറുണ്ട്. പിന്നെ നമ്മൾ അച്ചാർ അവിടെ സ്പെഷ്യലായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചക്കിലത്തെ ആ ഒരു ലഞ്ച് കഴിക്കും. അതിനുശേഷം വീണ്ടും കുറച്ച് പണികളും കാര്യങ്ങളും എല്ലാം അതും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞൊരു ഇന്ന് ഒരു സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. അതുപോലെ തന്നെ മനസ്സിന് കുറച്ച് വിഷമമുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. ഞാൻ വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഒരു 7 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ട് എൻ്റെ പേരിൽ വാങ്ങിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതെനിക്ക് ചേട്ടൻ വാങ്ങിച്ചെന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, മാസ്റ്റർ എഡ്ജാണ് വണ്ടി. അപ്പോൾ എന്നെ 7 വർഷം എന്നേക്കാൾ മുൻപന്തിയിൽ ഓടിയിട്ട് എന്നെ എത്തിക്കേണ്ട സ്ഥലത്തൊക്കെ കറക്റ്റ് സമയത്തിന് എത്തിച്ചിട്ടുള്ള എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാരഥിയാണിത്. അപ്പോൾ ഇത് ഞാനിന്ന് മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എൻ്റെ മനസ്സിൽ ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമുണ്ട്. നമ്മൾ ഇത്രയും നാൾ നമുക്ക് മനസ്സിനോട് അറ്റാച്ച് ചെയ്ത് കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി എൻ്റെ കൺമുന്നിൽ കൂടെ വേറൊരാൾ ഓടിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞു. നമുക്ക് 4 മണിയിലേക്ക് ചായ കുടിക്കേണ്ട സമയമാണ്. ഏകദേശം ഒരു 3:30 സമയത്താണ് ഷീജിച്ച് ചായ വെക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പപ്സ് ആയിരുന്നു കേട്ടോ. അതെൻ്റെ ചിലവാണ്. അപ്പോൾ ഈ ഒരു ഡിയോ 125 ഇന്ന് ഞാൻ നമ്മുടെ ഷോറൂമിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചിലവാണ് കൊടുത്തത്. അപ്പോൾ കുറച്ച് പേപ്പേഴ്സിലും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സേവിങ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിക്കുന്നത്. ഇത്രയും നാളും ഞാൻ ജോലിക്ക് പോയിട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട്
സ്വന്തമായിട്ടൊരു വണ്ടി. മറ്റേ വണ്ടി എന്ന് പറയുന്നത് എനിക്ക് ചേട്ടൻ ഗിഫ്റ്റായിട്ട് ചെയ്ത വണ്ടിയാണ്, അതിന് വാല്യൂ ഇല്ല എന്നല്ല, പക്ഷേ എങ്കിലും നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങിക്കുന്നതിന് ഒരു മൂല്യം വേറെ തന്നെയാണ്. അതെനിക്ക് ഇന്നാണ് മനസ്സിലായത് കേട്ടോ. വണ്ടി ഡെലിവറി എടുക്കാനായിട്ട് അക്ഷയും കല്യാണിയും ചേട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി കാണുന്നത് കേട്ടോ. ഞാനാണ് വണ്ടി കണ്ടതും ബുക്ക് ചെയ്തതും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത്. ഡെലിവറി എടുക്കാനാണ് അവർ വന്നത്, അപ്പോഴാണ് അവരിതൊക്കെ കാണുന്നത്. അപ്പോൾ അവരും അതിലുപരി എക്സൈറ്റഡ് ആണ്, അവരെക്കാളും ഉപരി ഞാനും എക്സൈറ്റഡ് ആണ്. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഷോറൂമിലുള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. വണ്ടിയുടെ കാര്യങ്ങൾക്കായാലും എല്ലാ കാര്യങ്ങൾക്കും ഒന്നിനൊപ്പം കൂടെ നിന്നും തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ കുറച്ച് പേരൊക്കെ മിസ്സിംഗ് ആണ്, അവർ വർക്കിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്കൊക്കെ പോയേക്കാണ്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ താക്കോല് അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. സാധാരണ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കതിന് പിന്നിൽ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് താങ്ക്സ്ഫുള്ളാണ് ഈ ഒരു വേളയിൽ ഞാൻ കേട്ടോ. കാരണം ആൾ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടുതലായിട്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ചെറിയ ചെറിയ സന്തോഷമുള്ള ദിവസങ്ങളൊക്കെയാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ഇടാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടുക. അപ്പോൾ കമൻസൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇന്ന് ഞാൻ ഷോറൂമിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. സാധാരണ 6 മണി വരെയാണ് വർക്കിംഗ് ടൈം ഉള്ളത്. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ വണ്ടി ഇറക്കിക്കൊണ്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ നാളെ വണ്ടിയൊക്കെ കൊണ്ടുപോയി പൂജിക്കണം. അപ്പോൾ അതൊക്കെ വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ്. അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബായ്.